ഹായ് ഹലോ നമുക്കിന്നൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയാൽ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്കിട്ട് പാകത്തിന് ഉപ്പും തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് 4-5 വിസിൽ വരുന്നത് ഒരു വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ക്യാരറ്റ് വേണം. അപ്പോൾ ഒന്നാണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളടുത്ത് 2 ഉണ്ടെങ്കിൽ 2 ചേർക്കാം. അപ്പോൾ 4-5 വിസിലിന് ശേഷം ഞാൻ കുക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പകുതി വെന്തിട്ടുണ്ട് ഗ്രീൻ പീസ്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ കുക്കറിൽ തന്നെ 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പകുതി തക്കാളി, പകുതി ഉള്ളി, 2 പച്ചമുളക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുറിച്ച് വെച്ച ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വേവിച്ച ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ടാം പാലും ഉപ്പും ചേർത്ത് 3-4 വിസിൽ വരുന്നത് വരെ ഇനി വേവിച്ചെടുക്കാം. 3-4 വിസിലിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ പച്ചക്കറികളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിപ്പാൽ, അതായത് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച് വന്നാൽ കറി ഓഫ് ചെയ്യാം. വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.